ഹായ് ഓൾ. അങ്ങനെ നമ്മുടെ കേട്ടറ്റിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമായിരിക്കും, എപ്പോഴാണ് കേട്ടറ്റിൻ്റെ റെക്ടിഫൈഡ് ആൻസർ കീ പബ്ലിഷ് ചെയ്യുക, എപ്പോഴാണ് കേട്ടറ്റിൻ്റെ റിസൾട്ട് വരിക, എപ്പോഴാണ് അടുത്ത കേട്ടറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക എന്നുള്ളതൊക്കെയാണ് കുട്ടികളുടെ പ്രധാനപ്പെട്ട ചോദ്യം. സാധാരണയായിട്ട് പ്രൊവിഷണൽ ആൻസർ കീ വന്നതിന് ശേഷം ഏകദേശം ഒരു മാസത്തെ ഗ്യാപ്പിലൊക്കെ ആയിട്ടാണ് റെക്ടിഫൈഡ് ആൻസർ കീ വരാറുള്ളത്. നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ടായിരുന്നത് മാർച്ച് 10-നാണ്. അതിലെ തെറ്റുകൾ ചാലഞ്ച് ചെയ്യാനായിട്ട് മാർച്ച് 18 വരെ ഡേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഏപ്രിൽ 15 അല്ലെങ്കിൽ ആ ഭാഗത്തേക്കായിട്ട് നമുക്ക് നമ്മുടെ റെക്ടിഫൈഡ് ആൻസർ കീ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ റെക്ടിഫൈഡ് അല്ലെങ്കിൽ പ്രൊവിഷണൽ ആൻസർ കീയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മാർക്ക് കിട്ടിയത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് ധാരണ റെക്ടിഫൈഡ് ആൻസർ കീയിൽ കിട്ടും. പല കുട്ടികളും 90 മാർക്ക് വേണ്ടടുത്ത് 89 മാർക്കിലും അല്ലെങ്കിൽ 82 മാർക്ക് വേണ്ടടുത്ത് 81 മാർക്കിലൊക്കെ സ്റ്റക്കായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് റെക്ടിഫൈഡ് ആൻസർ കീ വരുന്ന സമയത്ത് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മാർക്ക് കിട്ടും. അതോടുകൂടിയിട്ട് നിങ്ങൾ ക്വാളിഫൈ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏപ്രിലിൻ്റെ ഒരു സെക്കൻഡ് വീക്കോട് കൂടിയിട്ട് തന്നെ റെക്ടിഫൈഡ് ആൻസർ കീ വരും. കൂടാതെ ഏപ്രിൽ അവസാന ഭാഗത്തോ മെയ് ആദ്യ ഭാഗത്തോ ആയിട്ടൊക്കെ നമ്മുടെ കേട്ടറ്റിൻ്റെ റിസൾട്ടും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് പറയാനുള്ള കാര്യം. ഇനി അടുത്ത കേട്ടറ്റ് എന്നായിരിക്കും ഉണ്ടായിരിക്കുക, എപ്പോഴാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക, എപ്പോഴാണ് അതിൻ്റെ എക്സാം വരിക എന്നുള്ള കാര്യത്തിലൊക്കെ പല ആളുകൾക്കും സംശയം ഉണ്ടായിരിക്കും. അടുത്ത കേട്ടറ്റ്, അതായത് 2026 ആദ്യ സ്ട്രെച്ചിൽ നടക്കുന്ന കേട്ടറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് അതിനുള്ള കാരണം എന്ന് ഞാൻ പറയാം. സാധാരണയായിട്ട് ഒരു കൊല്ലത്തിൽ 2 തവണയാണ് കേട്ടറ്റ് എക്സാമുകൾ ഉണ്ടാവാറുള്ളത്. ജൂണിലുള്ള ഒരു സ്ട്രെച്ചും ഉണ്ടായിരിക്കും, ഡിസംബറിലുള്ള ഒരു സ്ട്രെച്ചും ഉണ്ടായിരിക്കും. ഇപ്പം കഴിഞ്ഞത് 2025 ഡിസംബറിൽ നടക്കേണ്ട കേട്ടറ്റ് എക്സാം. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് ഡിസംബർ 22 ആയിരുന്നു. അതിൻ്റെ എക്സാം നടന്നത് ഫെബ്രുവരി 21. അതായത് ഡിസംബർ 2025 നടക്കേണ്ട കേട്ടറ്റിൻ്റെ എക്സാമാണ് ഫെബ്രുവരി 2026 നടന്നത്. ഇനി അടുത്ത കേട്ടറ്റ് നടക്കേണ്ടത് ജൂൺ മാസത്തിലെയാണ്. അപ്പം ജൂൺ മാസത്തിലെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ജൂലൈ അവസാന ഭാഗത്തോ അല്ലെങ്കിൽ ആഗസ്റ്റ് മാസത്തിലോ ഒക്കെ ആയിട്ട് നമുക്ക് കേട്ടറ്റിൻ്റെ 2026 ആദ്യ എക്സാം എക്സ്പെക്റ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് കേട്ടറ്റ് 2026 എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കിയുള്ള എക്സാമുകളെ പോലെയല്ല 2026 ആദ്യ സ്ട്രെച്ചിലെ കേട്ടറ്റ് എക്സാം ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുള്ള കാരണം എന്താണെന്നുള്ള കാര്യം ഞാൻ പറയാം. പ്രധാന കാരണം മറ്റൊന്നുമല്ല, LPUP എക്സാം 2026 അവസാന ഭാഗത്തോ 2027 ആദ്യ ഭാഗത്തോ ആയിട്ട് LPUP എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പം LPUP എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേയുള്ള അവസാനത്തെ കേട്ടറ്റ് ആയിരിക്കും ഒരു പക്ഷേ ഇനി വരാൻ പോകുന്നത്. കാരണം എന്താ, ഡിസംബറിൽ LPUP നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ അടുത്ത സ്ട്രെച്ചിൻ്റെ നോട്ടിഫിക്കേഷൻ കേട്ടറ്റിൻ്റെ വരും റിസൾട്ട്, അല്ലെങ്കിൽ കേട്ടറ്റിൻ്റെ വരും നോട്ടിഫിക്കേഷൻ ഡിസംബറിലായിരിക്കും. അതിൻ്റെ റിസൾട്ട് വരാൻ പിന്നെയും മെയ്യിലേക്കൊക്കെ എത്തും. അപ്പോൾ LPUP എക്സാം ഇനി നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേയുള്ള അവസാനത്തെ കേട്ടറ്റായിരിക്കും ഇനി എഴുതാൻ പോകുന്നത് മിക്കവാറും കേസിൽ. അപ്പോൾ LPUP എക്സാമുകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ചാൻസ് ആയിരിക്കും ചിലപ്പോൾ ഇപ്രാവശ്യത്തെ കേട്ടറ്റ് എന്ന് മനസ്സിലാക്കുക. അതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. LPUP അല്ലെങ്കിൽ LPUP നോട്ടിഫിക്കേഷനിൽ പുതിയ ഭേദഗതികൾ പ്രകാരം കേട്ടറ്റ് കാറ്റഗറി 2 നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും കേട്ടറ്റിൻ്റെ
കാറ്റഗറി 2 നിർബന്ധമായിട്ടും നിങ്ങൾ നേടിയിരിക്കേണ്ടി വരും. ഹയർ ക്വാളിഫിക്കേഷൻ, സെറ്റ്, നെറ്റ് പോലെയുള്ള ഹയർ ക്വാളിഫിക്കേഷൻ ഒന്നും നിങ്ങൾക്ക് മതിയായി വരില്ല. കേട്ടറ്റിൻ്റെ കാറ്റഗറി 2 തന്നെ കയ്യിൽ സേഫാക്കി വെച്ചാൽ LP UP എക്സാമുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അത് തന്നെയാണ് ഇപ്രാവശ്യത്തെ കേട്ടറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. പിന്നീട് പ്രായപരിധി കൂട്ടിയതിന് ശേഷം വരുന്ന ആദ്യത്തെ എക്സാമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾക്ക് എഴുതാനുള്ള അവസരം കിട്ടും LP UP എക്സാമൊക്കെ. അപ്പോൾ അതിന് അവസരം കറക്റ്റായിട്ട് വിനിയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ കേട്ടറ്റ് ഭദ്രമായിട്ട് കയ്യിൽ വെക്കണം. അപ്പോൾ ഇനി റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ടാവില്ല. ഇപ്രാവശ്യത്തെ കേട്ടറ്റ് നിർബന്ധമായിട്ടും നേടിയിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സർവീസിലുള്ള അധ്യാപകർക്ക് 2027 വരെയായിരുന്നു കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള അവസരമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും ഒരു യൂഷ്വലായിട്ട് അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ട് ഇപ്രാവശ്യത്തെ കേട്ടറ്റ് നേടേണ്ടി വരും. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്ത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിൻ്റെ എക്സാമുകളൊക്കെ വൈകാതെ അറിയിക്കും, അല്ലെങ്കിൽ എന്നാണ് ഡേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടറ്റിൻ്റെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവർക്കും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ മറക്കണ്ട, LP UP എക്സാമുകളും അതുപോലെയുള്ള തുടർന്ന് വരുന്ന പല ടീച്ചിങ് എക്സാമുകൾക്കും കേട്ടറ്റിൻ്റെ ആവശ്യകത നിർബന്ധമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ കേട്ടറ്റ് റിസ്ക് എടുക്കാതെ തുടക്കം മുതൽ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനുള്ള സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ഓവർ കോൺഫിഡൻസ് കാണിക്കരുത്. കാരണം മിക്കവാറും ജൂണിലൊക്കെ ആയിരിക്കും നോട്ടിഫിക്കേഷൻ വരിക. എക്സാം ഉടനെ തന്നെ ഉണ്ടാകും. ചിലപ്പോൾ 2-3 മാസത്തിൻ്റെ ഗ്യാപ്പ് പോലും നിങ്ങൾക്ക് കിട്ടൂല എക്സാമിന്. അപ്പോൾ തുടക്കം മുതൽ തന്നെ കേട്ടറ്റിന് വേണ്ടിയിട്ട് തയ്യാറാവുക. ആ കേട്ടറ്റിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങളുടെ LP UP പ്രിപ്പറേഷനും എന്ത് ചെയ്യും, ഉപകാരത്തിൽ കൊള്ളും. അപ്പോൾ റിസ്ക് എടുക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ കേട്ടറ്റിൻ്റെ പ്രിപ്പറേഷൻ ആരംഭിക്കുക. അപ്പോൾ സൈലം BScയുടെ കേട്ടറ്റിൻ്റെ ഒരു പുതിയ ബാച്ച് ഏപ്രിൽ 1 ആരംഭിച്ചിട്ടുണ്ട്. കേട്ടറ്റിൻ്റെ കാറ്റഗറി 1ഉം കാറ്റഗറി 2ഉം ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ കേട്ടറ്റിൻ്റെ കാറ്റഗറി 3ൽ മാത്സും ഇംഗ്ലീഷും ക്ലാസ്സുകൾ ലൈവായിട്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ഇനി ഒരു എക്സാം കേട്ടറ്റ് കിട്ടാനുള്ള സിറ്റുവേഷൻ കാരണം നിങ്ങൾക്ക് മുടങ്ങാതിരിക്കണമെങ്കിൽ കറക്റ്റായിട്ട് തുടക്കം മുതൽ തന്നെ പ്രോപ്പർ വേയിൽ കേട്ടറ്റ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ബാക്കിയുള്ള എക്സാമുകളൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ തന്നെ ചിന്തിക്കുക, കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നമ്മുടെ ബാച്ചുകൾ ഏപ്രിൽ 1 ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം.